വളരെ മനോഹരമായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മുൻപിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവവചന ഭാഗം എന്ന് പറയുന്നത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 42-43 വാക്യങ്ങളാണ്. ആ വാക്യം വായിക്കുന്നത്, അവർ പള്ളി വിട്ടു പോകുമ്പോൾ പിറ്റേ ശബത്തിൽ ഈ വചനങ്ങളെ തങ്ങളോട് പറയണമെന്ന് അവർ അപേക്ഷിച്ചു. പള്ളി പിരിഞ്ഞ ശേഷം യഹൂദന്മാരിലും ഭക്തിയുള്ള യഹൂദ മതാനുസാരികളിലും ചിലർ പൗലോസിനെയും ബർന്നബാസിനെയും അനുഗമിച്ചു. അവർ അവരോട് സംസാരിച്ചു. ദൈവകൃപയിൽ നിലനിൽക്കേണ്ടതിന് അവരെ ഉത്സാഹിപ്പിച്ചു എന്നുള്ള വാക്കുകളാണ്. എന്താണ് ഈ വാക്യത്തിലൂടെ നമുക്ക് നൽകുന്ന ആഴമായ സന്ദേശം? ഗൗരവമുള്ള ഒരു വിഷയമാണ് ഈ വാക്യത്തിൽ നമുക്ക് ബോധ്യപ്പെടുത്തപ്പെടാൻ കഴിയുന്നത്, അല്ലെങ്കിൽ പഠിക്കാൻ കഴിയുന്നത് എന്ന് ഞാൻ ഓർപ്പിക്കാം. കാരണം കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള നിത്യരക്ഷയെക്കുറിച്ച് ആഴമായി മനസ്സിലാക്കിയ പൗലോസ് സത്യത്തെ യഥാർത്ഥമായി മനസ്സിലാക്കിയ ശേഷം തൻ്റെ അവസാന ശ്വാസം വരെയും തനിക്ക് നിത്യജീവൻ നൽകിയ ദൈവത്തിനു വേണ്ടി ജീവിക്കണമെന്നുള്ള ഒരാഴമായ സമർപ്പണത്തിലാണ് താൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും ഒറ്റപ്പെടുത്തലുകളും അപമാനിക്കലുകളും ഒക്കെ ഒന്നിനു പുറകെ ഒന്നായിട്ട് പൗലോസിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നത് യാഥാർത്ഥ്യമായ വസ്തുതയാണ്. മറികടക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ, ഉത്തരം പറയാൻ കഴിയാത്ത പശ്ചാത്തലങ്ങൾ, അത്യുന്നതനായ ദൈവം തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ അതിൻ്റെ നിലയിൽ ചെയ്യുവാൻ കഴിയാത്തതായ സമർത്ഥങ്ങൾ ഒക്കെ ജീവിതത്തിൻ്റെ മുൻപിൽ ഉണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനിതിൻ്റെ മുൻപിലുള്ള വാക്യങ്ങൾ ഓർപ്പിക്കുകയുണ്ടായി. തൻ്റെ ശുശ്രൂഷ സംബന്ധിച്ച്, തൻ്റെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച്, തൻ്റെ പ്രസംഗം സംബന്ധിച്ചൊക്കെ ഒരുപാട് നിന്ദകൾ താൻ അനുഭവിക്കപ്പെടുന്നുണ്ട്. പക്ഷെ അവിടെ പൗലോസ് പറഞ്ഞത്, ആ നിന്ദക്കാരെ നോക്കുവീൻ, ആശ്ചര്യപ്പെട്ട് നശിച്ച് പോകുവീൻ. നിങ്ങളുടെ കാലത്ത് ഞാനൊരു പ്രവൃത്തി ചെയ്യുന്നു, നിങ്ങളോട് വിവരിച്ചാൽ നിങ്ങൾ വിശ്വസിക്കാത്ത പ്രവൃത്തി തന്നെ. പഴയ നിയമത്തിൽ നിന്നുള്ള ഒരു ഉദ്ധാരണയാണ്. പക്ഷെ അത് കഴിഞ്ഞ് പറയുന്ന വാക്കിനാണ് പ്രസക്തി. ഇവിടെ പറയുന്നത്, പ്രവാചക പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് ഭവിപ്പാതിരിപ്പാൻ സൂക്ഷിപ്പീൻ. നിങ്ങൾ മറ്റുള്ളവരെ നിന്ദിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ആ നിന്ന വരാതിരിപ്പാൻ നിങ്ങൾ സൂക്ഷിപ്പീൻ എന്ന് പറയുകയാണ്. അപ്പോൾ ഒറ്റപ്പെടുത്തലും വേദനപ്പെടുത്തലും കുറ്റപ്പെടുത്തലും ഒക്കെ പൗലോസ് തൻ്റെ ജീവിതത്തിൽ അഭിമുഖീകരിക്കുകയാണ്. അപ്പോൾ തന്നെ മറുഭാഗത്ത് പൗലോസിനോട് പറയുകയാണ്, അഭിഷിക്തനെ, നിങ്ങൾ പ്രസംഗിച്ച വചനം അതിശക്തമായ വചനമായിരുന്നു. അത് ഞങ്ങൾക്ക് പിന്നെയും കേൾക്കുവാൻ ആഗ്രഹമുണ്ട് എന്ന് പൗലോസിൻ്റെ പ്രസംഗം കേട്ട ആളുകൾ പറയുന്നതാണ് 42-43 വാക്യങ്ങൾ. ഈ വാക്യത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ഭാഗത്ത് പ്രതികൂലത്തിൻ്റെ അനുഭവമാണെങ്കിലും
ആ പ്രതികൂലത്തിൻ്റെ നടുവിലൂടെ നാം നടന്നു പോകുമ്പോൾ നമ്മെ ശക്തിപ്പെടുത്തുന്ന, നമ്മെ ധൈര്യപ്പെടുത്തുന്ന, നമ്മെ ചേർത്ത് പിടിക്കുന്ന ചില അനുഭവങ്ങൾ ദൈവം നമുക്ക് നൽകുന്നു എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. നാം തിരുവചനത്തിൻ്റെ ആഴങ്ങൾ ശാന്തമായി പരിശോധിച്ച് നോക്കിയാൽ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ശമൂവേൽ എഴുതിയ 1-ാം പുസ്തകം 20-ാം അധ്യായത്തിലേക്ക് നാം ഒന്ന് കടന്നു വന്നാൽ 31 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇസ്രായേലിൻ്റെ 1-ാമത്തെ രാജാവ് ശൗലാണ്. ശൗല് ശക്തിയോടുകൂടി, ബുദ്ധിയോടുകൂടി, കൈമിടുക്കോടുകൂടി രാജ്യം ഭരിച്ചു വരികയാണ്. എന്നാൽ ശൗൽ ദൈവത്തോട് തിന്മ ചെയ്യുകയും തൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ ഗൗരവം മറന്നു കളഞ്ഞിട്ട് തിന്മകളും തെറ്റുകളും തൻ്റെ ജീവിതത്തിൽ ചെയ്യുകയും ചെയ്തപ്പോൾ യഹോവയെ ദൈവം ശൗലിനെ രാജസ്ഥാനത്തു നിന്ന് തള്ളുകയും തൽസ്ഥാനത്തേക്ക് ഇശായിയുടെ മകനായിരിക്കുന്ന ദാവീദിനെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. ദാവീദിൻ്റെ മേൽ അഭിഷേക തൈലം വീണു. വനാന്തരത്തിൽ ആട് തീറ്റിക്കൊണ്ടിരിക്കുമ്പോഴാണ് ശമൂവേൽ ഇശായിയുടെ വീട്ടിലെത്തിയത്. മറ്റുള്ള മക്കളെ ആരെയും തിരഞ്ഞെടുത്തിട്ടില്ല എന്നുള്ള ശമൂവേലിൻ്റെ വാക്ക് കേട്ടിട്ട് ഇശായി ഇളയ മകൻ ദാവീദിനെ വരുത്തി. ദാവീദ് വന്നപ്പോൾ അവൻ്റെ വണ്ണവും പൊക്കവും ഒന്നും നോക്കരുതെന്നും അവനെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുമുള്ള ദൈവത്തിൻ്റെ ആ ശബ്ദം കേട്ടിട്ട് ശമൂവേൽ ദാവീദിനെ അഭിഷേകം ചെയ്യുകയാണ്. എന്നാൽ രാജസ്ഥാനത്തേക്ക് വരുന്നതിന് തനിക്ക് ഒരുപാട് കടമ്പകൾ കടക്കേണ്ടി വന്നു. നാം ഓർക്കണം, സഹോദരന്മാരെ കാണാതെ വന്നപ്പോൾ ക്ഷേമം അന്വേഷിക്കാൻ വേണ്ടി ദാവീദ് പോയതാണ്. അവിടെ ചെല്ലുമ്പോൾ ഗോലിയാത്ത് ഇസ്രായേൽ സേനയെ, ഇസ്രായേൽ സൈന്യത്തെ അപമാനിക്കുകയാണ്, നിന്ദിക്കുകയാണ്. അത് കണ്ടിട്ട് ആത്മനിറവ് പ്രാപിച്ച അഭിഷേക തൈലം വീണ ദാവീദ് ശൗലിനോട് പ്രത്യേക അനുമതി വാങ്ങി ഗോലിയാത്തിനോട് യുദ്ധം ചെയ്യാൻ വേണ്ടി പോവുകയും ആ യുദ്ധത്തിൽ ഗോലിയാത്ത് പരാജയപ്പെടുകയും ദാവീദ് ജയിക്കുകയും ചെയ്തു. ജയാളിയായി നടന്നു വരുന്ന ദാവീദിനെ ശൗല് ഉൾക്കൊള്ളുകയും തൻ്റെ മകൾ മീഖളിനെ വിവാഹം കഴിച്ച് നൽകുകയും ചെയ്തു. അത് വാഗ്ദാനമായിരുന്നു. എന്നാൽ ദാവീദിനെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കിയ ശൗലിന് മീഖളിനെ കൊടുക്കുവാനായിട്ട് വേണ്ടതുപോലെ താല്പര്യമുണ്ടായിരുന്നില്ല. പിന്നത്തേതിൽ ശൗലിന് ശേഷം ദാവീദ് ഇസ്രായേലിൻ്റെ രാജാവാകുമെന്നും ശൗലിൻ്റെ കുലത്തിൽ നിന്ന് ആ രാജ അധികാരം, രാജചെങ്കോൾ നഷ്ടപ്പെടുമെന്നുമൊക്കെ മനസ്സിലാക്കിയപ്പോൾ ഏതു വിധേനയും ദാവീദിനെ വകവരുത്തുവാൻ, ദാവീദിനെ കൊല്ലുവാൻ, ദാവീദിനെ ഇല്ലായ്മ ചെയ്യുവാൻ ശൗൽ പരിശ്രമിക്കുക. ദാവീദ് തന്നെ പറയുന്നുണ്ട്, ഒരു ചെള്ളിനെ തേടി, ഒരു ഈച്ചയെ തേടി വനാന്തരത്തിലൂടെ പോകുന്നൊരു മനുഷ്യനെ പോലെ ശൗല് എൻ്റെ അന്ത്യം നോക്കിക്കൊണ്ട് എൻ്റെ പിന്നാലെ എന്നെ അന്വേഷിച്ചു വരുന്നു എന്നൊക്കെ പറയുമ്പോൾ ദാവീദ് കടന്നു പോകുന്നതായ ആ ഏറ്റവും ഭയാനകമായ അവസ്ഥകളുണ്ട്, സാഹചര്യങ്ങളുണ്ട്. ഓർക്കണം, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദാവീദ്, ദൈവത്തിൻ്റെ നിയോഗത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദാവീദ്, അഭിഷിക്തനാൽ തൈലാഭിഷേകം ചെയ്യപ്പെട്ട ദാവീദ്, ശൗലിന് ശേഷം ഇസ്രായേലിൻ്റെ രാജാവാകേണ്ട ദാവീദ്, ഏറ്റവും മല്ലനായ ഗോലിയാത്തിനെ വകവരുത്തുവാൻ പ്രാപ്തനായ ദാവീദ്, ശൗലിന് ദുരാത്മാവ് വരുമ്പോൾ കിന്നരം വായിച്ച്
ആ ദുരാത്മാവിനെ ശമിപ്പിക്കുന്ന ദാവീദ് ഇപ്പോൾ കടന്നു പോകുന്നത് ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ സാഹചര്യത്തിലൂടെയാണ്. ഓർക്കണം, ഇവിടെ ഞാനൊരു സന്ദേശം നിങ്ങളോട് പറയുന്നത്, ദൈവം തിരഞ്ഞെടുത്തവർക്ക് പ്രശ്നമില്ലെന്നോർക്കൽ, ദൈവത്തിൻ്റെ അഭിഷേക തൈലമുള്ളവർക്ക് പ്രതികൂലങ്ങളില്ലെന്നോർക്കരുത്. പലതിനെയും ജയിച്ചവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥകൾ വരില്ലെന്നോർക്കല്ല. ജീവിതത്തിൽ വ്യത്യസ്തമായ പല വഴികളിലൂടെയും ഭക്തന്മാരുടെ ജീവിതത്തിൽ അവർ കടന്നു പോകേണ്ടി വരും എന്ന് ദാവീദിൻ്റെ ജീവിതാനുഭവം നമ്മെയും ബോധ്യപ്പെടുത്തുകയാണ്. എന്നാൽ എന്താണ് പ്രത്യേകത? സകല മണ്ഡലങ്ങളും ദാവീദിനെതിരാണ്. രാജാവെന്നുള്ള നിലയിൽ ശൗല് ദാവീദിനെതിരാണ്. ഭാര്യ എന്നുള്ള നിലയിൽ വേണമെങ്കിൽ പറഞ്ഞാൽ മീഹിളിനും ഉൾക്കൊള്ളുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ദാവീദിൻ്റെ പക്ഷത്തല്ല മീഹിൾ ഉള്ളത്. രാജ്യത്തെ പ്രജകൾ ശൗലിനോട് കൂടെയാണ് നിൽക്കുന്നത്. കാരണം അധികാരം ശൗലിൻ്റെ കയ്യിലായതുകൊണ്ട് ജനം ശൗലിനോടൊപ്പമാണ്. ദാവീദും അവർക്ക് അനുകൂലമല്ല. ഒന്നുകൂടി പറഞ്ഞാൽ എല്ലാ മണ്ഡലങ്ങളും ദാവീദിന് പ്രതികൂലമാണ്. പക്ഷെ ദൈവം എന്താ ചെയ്തത്? അത്യുന്നതനായ ദൈവം ശൗലിൻ്റെ മകനായിരിക്കുന്ന യോനാഥാനോട്, മീഹിളിൻ്റെ സഹോദരനായ യോനാഥാനോട്, ദാവീദിൻ്റെ അളിയനായ യോനാഥാനോട് പറഞ്ഞു, ഞാൻ തെരഞ്ഞെടുത്ത എൻ്റെ ദാസനായ ദാവീദിനോട് കൂടെ നീ നിൽക്കണം എന്ന് അവനെ ബോധ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് യോനാഥാൻ ദാവീദിനെ വിളിച്ചിട്ട് പറയുകയാണ്, എൻ്റെ അപ്പനായ ശൗൽ നിന്നെ കൊല്ലുവാൻ പദ്ധതി ഇട്ടിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവരക്ഷാർത്ഥം നീ ഓടിപ്പോകണമെന്ന് ബുദ്ധി ഉപദേശിക്കുക. എന്താണ് നമ്മുടെ വാക്ക്, നമ്മുടെ ചിന്ത? സകലതും പ്രതികൂലമാകുന്ന ഇടത്ത് ദൈവം അനുകൂലമായി ചിലതിനെ നമുക്ക് വേണ്ടി വയ്ക്കും. ദാവീദിന് രാജാവ് പ്രതികൂലം, ഭാര്യ പ്രതികൂലം, പ്രജകൾ പ്രതികൂലം, രാജ്യത്തുള്ള നല്ല പങ്ക് ജനവും പ്രതികൂലമാണ്. പക്ഷേ ഒരുവനെ ദാവീദിന് വേണ്ടി ദൈവം അനുകൂലമായി നിർത്തിയത് ഓർക്കണം. യോനാഥാൻ ദാവീദിനോട് പറഞ്ഞു, ഞാൻ ആ ഓർപ്പിച്ച ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 20-ാം അധ്യായം 31 മുതൽ 42 വരെ വാക്യത്തിൽ ശൗലിൻ്റെ കയ്യാൽ ദാവീദ് പട്ടുപോകാതിരിക്കേണ്ടതിനും ദാവീദിൻ്റെ മേൽ പകർന്നിരിക്കുന്ന ആത്മനിറവിൻ്റെ ആഴങ്ങളിൽ തെരഞ്ഞെടുപ്പിൻ പ്രകാരം താൻ ഇസ്രായേലിൻ്റെ രാജാവായി തീരേണ്ടതിനും വേണ്ടി യോനാഥാൻ ദാവീദിനോട് കൂടെ നിന്നു എന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം നാം ഓർക്കണം. പല തലങ്ങളിലുള്ള പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ നേരെ ആഞ്ഞടിക്കുമ്പോഴും എവിടെയെങ്കിലുമൊക്കെ ആശ്വസിക്കുവാനും സമാധാനിക്കുവാനും വേണ്ടി ചില സാഹചര്യങ്ങളും ചില വഴികളുമൊക്കെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്നു എന്ന സത്യമാണ് നാം തിരിച്ചറിയേണ്ടത്. വാസ്തവത്തിൽ ശൗൽ യോനാഥാനോട് പറയുന്നത്, ഇശായിയുടെ പുത്രനായ ദാവീദ് ജീവിച്ചിരിക്കും കാലത്ത് നിന്റെ രാജ്യത്വം, എൻ്റെ ശേഷം രാജാവാകേണ്ട നിന്റെ രാജ്യത്വം നിനക്ക് നഷ്ടപ്പെട്ടു പോകും.
അതുകൊണ്ട് നീ എന്നോട് കൂടെ നിന്ന് ദാവീദിനെ കൊന്നുകളയുവാൻ പരിശ്രമിക്കണമെന്ന് പറയുമ്പോഴും നീതിയുടെ പക്ഷത്ത് നിൽക്കുന്ന ഒരു യോനാഥാനെ ദൈവം ദാവീദിനു വേണ്ടി ഒരുക്കിക്കൊടുത്തു എന്ന് മറക്കരുത്. പ്രിയപ്പെട്ടവരെ, എല്ലാവരും നീതിക്ക് വിരുദ്ധമായി നിൽക്കുമ്പോൾ നീതിക്ക് വേണ്ടി നിൽക്കുവാൻ ദൈവം ഒരുവനെ ആക്കി വയ്ക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. എല്ലാ വഴികളും നമ്മുടെ മുമ്പിൽ അടയപ്പെടുമ്പോൾ നമുക്ക് വേണ്ടി ഒരു പുതുവഴി തുറക്കുന്ന ദൈവം ജീവിക്കുന്നു എന്നാണ് ഞാൻ പറയുന്നത്. മറ്റൊരു ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധ ഒന്ന് കൊണ്ടുപോകാം. എസ്തേറിൻ്റെ പുസ്തകം 4-ാമത്തെ അധ്യായത്തിലേക്ക് നാം ഒന്ന് നോക്കൂ. പ്രവാസികളായി കടന്നു വന്നിരിക്കുന്ന യഹൂദന്മാർ ഈ പട്ടണത്തിൽ പാർക്കുകയാണ്. അഹശ്വേരോശ് രാജാവ് തൻ്റെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആ കാലഘട്ടം, അവരുടെ കൂട്ടത്തിൽ നിന്ന് യഹൂദന്മാരായ ആളുകൾക്ക് നേരിട്ടതായ പ്രതികൂലങ്ങളുടെ നടുവിൽ അവർ വളരെ വ്യസനിച്ച് വളരെ സങ്കടപ്പെട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിലവിളിച്ചതായ അനവധി സാഹചര്യങ്ങൾ വിശുദ്ധ ബൈബിളും ചരിത്രവും നമ്മുടെ മുമ്പിൽ തുറന്നു കാട്ടുന്നുണ്ട്. അഹശ്വേരോശ് രാജാവിൻ്റെ ജീവൻ എടുക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്ന സ്വദേശീയരായിരിക്കുന്ന ആളുകളുടെ സംഭാഷണം കേട്ടിട്ട് അഹശ്വേരോശ് രാജാവ് ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹിക്കുകയും ആ വാർത്ത രാജാവിനെ അറിയിക്കുകയും ചെയ്ത മൊർദെഖായിയുടെ ജീവിതത്തിൽ സാഹചര്യം മുഴുവനും പിന്നത്തേതിൽ പ്രതികൂലമായി വരികയാണ്. നോക്കണം, പ്രവാസത്തിലേക്ക് വന്നിരിക്കുന്ന മനുഷ്യൻ ഒരുപാട് വേദനയുടെ വഴിയിലൂടെ കടന്നുപോയ മനുഷ്യൻ, ആരോരും നോക്കുവാനില്ലാത്ത ഒരു പെൺകുട്ടിയെ വീട്ടിൽ കൊണ്ടുവന്ന് പോറ്റി പുലർത്തി വലുതാക്കി ഉന്നതമായൊരു നിലവാരത്തിലേക്ക് എത്തിക്കുവാൻ മനസ്സുള്ള ഒരു മൊർദെഖായി, സത്യത്തിനു വേണ്ടി നീതിയോടെ നിൽക്കുന്ന ഒരു മൊർദെഖായി, ആഴമായി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു മൊർദെഖായി, തൻ്റെ ജീവിതത്തിനകത്ത് ചെയ്യാവുന്ന നന്മകളൊക്കെ ചെയ്ത് തന്നെ ആക്കി വച്ചിരിക്കുന്ന രാജ്യത്തോട് കൂറു പുലർത്തി തനിക്ക് ജീവൻ നൽകിയ നിത്യനായ ദൈവത്തോട് നീതി പുലർത്തി ജീവിച്ചു വരുന്ന മൊർദെഖായിയുടെ ജീവിതത്തിനകത്ത് താൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നിലയിലാണ് ഹാമാൻ തൻ്റെ ജീവിതത്തിൽ ഒരു എതിരാളിയായി തീർന്നത് എന്ന് നാം ഓർക്കണം. ഹാമാന് അഹശ്വേരോശ് രാജാവുമായി ഉണ്ടായ ആ സ്നേഹബന്ധവും അടുപ്പവും, ഹാമാന് ഉന്നതമായ പദവികളും ആ നിലയിലുള്ളതായ അനുഭവങ്ങളുമൊക്കെ നൽകിക്കൊടുത്തു. ഏറ്റവും ഉന്നതമായൊരു നിലവാരത്തിലേക്ക് ഹാമാൻ ഉയർത്തപ്പെടുമ്പോൾ മൊർദെഖായിയും ഹാമാനെ വണങ്ങണമെന്നുള്ള നിയമം വന്നു. എന്നാൽ അത് ചെയ്യുവാൻ മൊർദെഖായി മനസ്സ് കാണിക്കായിക കൊണ്ട് ഹാമാൻ മൊർദെഖായിയെ വകവരുത്തുവാൻ പദ്ധതികൾ ആസൂത്രണം ചെയ്തു. മറക്കൽ വാർത്ത മൊർദെഖായി അറിഞ്ഞു. വസ്ത്രം കീറി രട്ടുടുത്തു വെണ്ണീറിലിരുന്ന് പ്രാർത്ഥിക്കാനിട തുടങ്ങി. ആഴമായ പ്രാർത്ഥനയാണ്. സകലതും പ്രതികൂലമാണ് പ്രിയപ്പെട്ടവരെ, ഓർക്കണം. ദാവീദിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ
ആരും കൂടെ ഇല്ലാത്ത ഒറ്റപ്പെട്ടു പോയ വേദനകൾ കടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്ന സങ്കടത്തോടെ മുൻപോട്ട് കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിൻ്റെ നടുവിലൂടെയാണ് മൊർദെഖായി കടന്നു പോകുന്നത്. മൊർദെഖായി ദൈവത്തോട് ചോദിക്കുന്നുണ്ട്, ദൈവമേ, നീതിക്ക് വേണ്ടിയല്ലേ ഞാൻ നിന്നത്? ആഴമായ പ്രാർത്ഥനയിലല്ലേ ഞാൻ മുന്നേറുന്നത്? രാജാവിൻ്റെ നന്മയല്ലേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ? മാതാപിതാക്കൾ നഷ്ടപ്പെട്ട എസ്തേറിന് വേണ്ടി ഞാൻ ചെയ്യാവുന്നതൊക്കെ ചെയ്തിട്ടല്ലേ ഉള്ളൂ? എനിക്കെന്തുകൊണ്ടാണ് എല്ലാ വഴികളും അടഞ്ഞ് പ്രതികൂലത്തിൻ്റെ പ്രതിസന്ധിയുടെ ഒരു പശ്ചാത്തലത്തിലേക്ക് ഞാൻ വന്നെത്തി നിൽക്കുന്നത്? എനിക്കറിയില്ല. മൊർദെഖായി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എസ്തേറും മൊർദെഖായിക്ക് അനുകൂലമാകുമെന്ന് ഓർത്തില്ല. കാരണം ഇത് മൊർദെഖായിയെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല, ഈ യഹൂദന്മാരെ മുഴുവനും ബാധിച്ചിട്ടുള്ളൊരു പ്രശ്നമാണ്. എന്നാൽ എസ്തേറിനെ സംബന്ധിച്ചിടത്തോളം അഹശ്വേരോശ് രാജാവിൻ്റെ പത്നി എന്ന നിലയിൽ, രാജ്ഞി എന്ന നിലയിൽ ആ പ്രതിസന്ധിയിൽ നിന്ന് അവൾക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞേക്കും. അതുകൊണ്ട് എസ്തേർ മൊർദെഖായിയോട് കൂടെ നിൽക്കുമെന്ന് മൊർദെഖായി കരുതിയില്ല. അതുകൊണ്ട് തന്നെ മൊർദെഖായിയുടെ ആ വാർത്ത എസ്തേർ അറിയിച്ചിട്ടില്ലെന്നുള്ളതാണ്. എന്നാൽ എസ്തേർ വിവരം അറിഞ്ഞിട്ട് അവളുടെ ആളുകളെ മൊർദെഖായിയുടെ അരികിൽ പറഞ്ഞയച്ച്, എന്തുകൊണ്ടാണ് നീ വസ്ത്രം മാറി രട്ടുടുത്ത് ഈ നിലയിൽ വെണ്ണീറിലിരിക്കുന്നത് എന്ന് അന്വേഷിക്കുവാൻ വന്നവരോട് മൊർദെഖായി പറഞ്ഞത്, ഞാൻ കടന്നു പോകുന്നത് വലിയ പ്രതിസന്ധിയുടെ നടുവിലാണ്. നിനക്ക് വേണമെങ്കിൽ ചിലത് ചെയ്യുവാനായിട്ട് കഴിയുമെങ്കിൽ ചെയ്യ്. നീ ചെയ്തില്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തു നിന്ന് യഹൂദജനത്തിന് വീണ്ടെടുപ്പുണ്ടാകും എന്നുകൂടി ഓർപ്പിച്ച് പറയാം. പക്ഷേ സകലതും പ്രതികൂലമായി നിൽക്കുന്ന പശ്ചാത്തലത്തിൽ ആരും യഹൂദ ജനത്തോട് കൂടെ ഇല്ലെന്നവർ കരുതിയ സ്ഥലത്ത് രാജാവും ഹാമാനും അടക്കമുള്ള ആളുകൾ ദൈവത്തിൻ്റെ ജനമാകുന്ന യഹൂദ ജനത്തെ അത്യുന്നതനായ ദൈവത്തിങ്കൽ നിന്ന് അകറ്റിക്കളയുവാൻ പരിശ്രമിക്കുന്ന ഇടത്ത് എസ്തേർ മൊർദെഖായിയോട് പറഞ്ഞയച്ച വാർത്ത എന്താണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ മൊർദെഖായിയുടെ അറിവിന് വേണ്ടി പറഞ്ഞയച്ച വാർത്ത എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ നിന്നോട് കൂടെ നിൽക്കുമെന്ന്. അതാണ് എന്നെ ചിന്തിപ്പിച്ച പദം. ദാവീദിനോട് യോനാഥാൻ പറയുകയാണ്, എൻ്റെ അപ്പൻ നിനക്ക് പ്രതികൂലമാണെങ്കിലും ഞാൻ നിനക്ക് അനുകൂലമാണെന്ന് പറയുകയാണ്. അതേ പദമാണ് എസ്തേർ മൊർദെഖായിയോട് പറയുന്നത്. ഹാമാൻ നിനക്ക് പ്രതികൂലമായതുകൊണ്ട് കാര്യങ്ങൾ പ്രതികൂലമാകുന്നു എന്ന് നീ ചിന്തിക്കരുത്. നിന്നോടുകൂടെ ആരും ഇല്ല എന്ന് നീ ചിന്തിക്കരുത്. നിന്നോട് ഞാൻ അറിയിക്കുന്നത്, നീ അവിടെ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞാനും എന്നോട് കൂടെയുള്ള തോഴിമാരും ബാല്യക്കാരും ഉപവാസത്തിലും പ്രാർത്ഥനയിലുമായിരിക്കുമെന്ന് പൂർണ്ണമായി ബോധ്യപ്പെടുത്തുകയാണ്. ഓർക്കണം, എന്താണ് നമ്മുടെ ചിന്ത? പ്രതികൂലങ്ങളുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ
നമുക്ക് വേണ്ടി സാധ്യതകളെ ഒരുക്കി നമുക്കനുകൂലമായി ചില ആളുകളെ ക്രമീകരിച്ച് നൽകുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് ആഴമായി ഞാൻ ഓർപ്പിക്കുകയാണ് ചെയ്തത്. അതാണ് ഞാൻ പറയുന്നത്. ഓർക്കണം, വളരെ കൃത്യമായ തലത്തിലാണ് എസ്തേർ മൊർദെഖായിയോട് വാർത്ത അറിയിച്ചത്. എനിക്ക് ഈ ദിവസങ്ങളിലൊന്നും അഹശ്വേരോശ് രാജാവിൻ്റെ മുൻപിലേക്ക് കടന്നു പോകുവാനുള്ള അവകാശമില്ല. ഒരു ക്ഷണമുണ്ടായെങ്കിൽ മാത്രമേ എനിക്ക് പോകുവാൻ കഴിയുകയുള്ളൂ. ക്രമപ്രകാരം അല്ലെങ്കിലും ഞാൻ രാജാവിൻ്റെ മുൻപിലേക്ക് പോകുവാൻ തയ്യാറാകുമെന്ന് പറയുന്നത് അവളുടെ സുഖത്തിനു വേണ്ടിയോ അവളുടെ സന്തോഷത്തിനു വേണ്ടിയോ അവളുടെ നന്മയ്ക്കു വേണ്ടിയോ അല്ല. അവൾക്ക് വേണ്ടി ജീവൻ കൊടുത്ത് അധ്വാനിച്ച അവളുടെ വളർത്തച്ഛൻ എന്ന് പറയാൻ കഴിയുന്ന മൊർദെഖായിയുടെ ജീവിതത്തിലെ പ്രതികൂലത്തിൻ്റെ നടുവിൽ സകല സുഖ സൗകര്യങ്ങളിലും ജീവിച്ചു കൊണ്ടിരിക്കുന്ന എസ്തേർ പറയുകയാണ്, ഞാൻ നിന്നോട് കൂടെ ഉപവസിക്കുക മാത്രമല്ല, ക്രമപ്രകാരമല്ലെങ്കിലും നിയമപ്രകാരമല്ലെങ്കിലും ഞാൻ അഹശ്വേരോശ് രാജാവിൻ്റെ മുൻപിൽ എൻ്റെ മുഖം കാണിക്കുവാൻ വേണ്ടി കടന്നു പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ആമീൻ മൊർദെഖായിയോട് കൂടെ നിൽക്കുന്ന ഒരു എസ്തേറിനെ നമ്മൾ നോക്കൂ. ഹാമാൻ എതിരാളിയാണ്. ഹാമാൻ കരുക്കൾ നീക്കുകയാണ്. എന്തിനു വേണ്ടി? മൊർദെഖായിയെ വകവരുത്താൻ, മൊർദെഖായിയെ ഇല്ലായ്മ ചെയ്യാൻ. ഹാമാൻ വീട്ടിൽ പോയി ഭാര്യയുമായി സംസാരിക്കുകയാണ്. വീടിൻ്റെ മുറ്റത്ത് ഏറ്റവും മനോഹരമായ കഴുകുമരം ഒരുക്കപ്പെടുകയാണ്. പക്ഷേ അതേ സമയത്ത് മൊർദെഖായി ദൈവസന്നിധിയിൽ നെടുവീർപ്പിട്ട് നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. മൊർദെഖായിയോട് എസ്തേർ പറയുകയാണ്, നിന്നോടുകൂടെ ആരുമില്ലെന്ന് നീ ചിന്തിക്കരുത്. നിന്നോടൊപ്പം ഞാനും എൻ്റെ ബാല്യക്കാരും ഉപവാസത്തിലാണ്, പ്രാർത്ഥനയിലാണ്. എനിക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെ നിന്നോട് കൂടെ നിന്ന് ചെയ്യുവാൻ ഞാൻ മനസ്സുള്ളവളാണെന്ന് പറയുന്ന എസ്തേറിൻ്റെ വാക്കുകളാണ്. ചരിത്രം നമുക്കറിയാമല്ലോ. എസ്തേർ അഹശ്വേരോശ് രാജാവിൻ്റെ മുൻപിലേക്ക് പോവുകയാണ്. എസ്തേർ രാജ്ഞി വന്നു നിൽക്കുന്നത് കണ്ടിട്ട് അഹശ്വേരോശ് രാജാവ് തൻ്റെ മുൻപിലിരിക്കുന്ന പൊൻചെങ്കോൽ എടുത്ത് രാജ്ഞിയുടെ നേരെ നീട്ടുകയാണ്. അതിൻ്റെ തെളിവ്, അതിൻ്റെ അടയാളം എന്താണെന്ന് ചോദിച്ചാൽ, നീ വന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്, നിന്നെ ഞാൻ വെൽക്കം ചെയ്യുന്നു, നിന്റെ പരാതി എന്താണ്, നിന്റെ സങ്കടം എന്താണ്, നിന്റെ ആവശ്യം എന്താണ് എന്ന് വന്ന് പറയുക എന്നതിൻ്റെ സിമ്പലാണ്, അടയാളമാണ് തൻ്റെ മുൻപിലിരിക്കുന്ന അല്ലെങ്കിൽ തൻ്റെ കയ്യിലുള്ള ആ രാജചെങ്കോൽ രാജ്ഞിയുടെ നേരെ താൻ നീട്ടിയത്. രാജ്ഞി കയറി ചെന്നു. രാജാവ് ചോദിച്ചു, എന്താണ്? അവൾ വളരെ പ്രാർത്ഥനയോടും വളരെ ബുദ്ധിയോടും കൂടി രാജാവിനെ വിരുന്നിന് വിളിക്കുകയാണ്. ലക്ഷ്യമെന്താണ്? ഒരു ഭക്തൻ്റെ കണ്ണുനീര് തുടയ്ക്കുന്നതാണ് എസ്തേറിൻ്റെ ലക്ഷ്യം. അവളുടെ രക്ഷയല്ല, അവളുടെ നന്മയല്ല, അവളുടെ നിലനിൽപ്പല്ല. അതവളിൽ നിക്ഷിപ്തമായി നിൽക്കുകയാണ്, അതവളിൽ പൂർണ്ണമായി നിൽക്കുകയാണ്. പക്ഷേ മൊർദെഖായിയുടെയും യഹൂദ ജനത്തിൻ്റെയും വീണ്ടെടുപ്പിന് വേണ്ടി എസ്തേർ ജീവൻ പണയം വെച്ച് രാജാവിൻ്റെ മുമ്പിൽ നിൽക്കുന്നു. നോക്കൂ പ്രിയപ്പെട്ടവരെ, എന്താണ് സംഭവിക്കപ്പെട്ടത്? കൃത്യമായ തലത്തിൽ വിരുന്നിനു വേണ്ടി രാജാവ് ചെല്ലുമ്പോൾ ഹാമാനെ കൂടി കൊണ്ടുപോകണമെന്ന് പറയുകയാണ്, കൊണ്ടു ചെല്ലണമെന്ന് പറയുകയാണ്. നോക്കണം, യഹൂദ ജനത്തിന് മുഴുവനും തലവേദനയായിരിക്കുന്ന ഹാമാനെ വിരുന്നിന് രാജ്ഞി വിളിക്കുകയാണ്. വാർത്തയറിഞ്ഞിട്ടും തന്നെ വളർത്തി വലുതാക്കി തന്നെ രാജകൊട്ടാരത്തിൽ എത്തിച്ചതായ മൊർദെഖായിയെ വകവരുത്തുവാനുള്ള കഴുകുമരം ഹാമാൻ തൻ്റെ വീട്ടിൻ്റെ മുറ്റത്തൊരുക്കുന്നു എന്നറിഞ്ഞിട്ടും ഹാമാനെ രാജ്ഞി വിരുന്നിന് വിളിക്കുകയാണ്. റോമാലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, നിന്റെ ശത്രുവിന് വിശക്കുന്നെങ്കിൽ അവനെ തിന്മാൻ കൊടുക്കുക, ദാഹിക്കുന്നെങ്കിൽ അവന് കുടിപ്പാൻ കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നീ അവൻ്റെ തലമേൽ തീക്കനൽ കുന്നിക്കും. ഞാനതോട് ചേർത്തൊരു വാക്ക് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ക്ഷണം സ്വീകരിച്ച് വാസ്തവത്തിൽ ഹാമാൻ ആനന്ദം കൊണ്ട് ആറാടുകയാണ്. മൊർദെഖായിയെ കൊല്ലുവാൻ ഞാൻ പദ്ധതി ചെയ്യുമ്പോഴും എസ്തേർ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നെന്നാണ് ഹാമാൻ ചിന്തിച്ചത്. സാഹചര്യങ്ങൾ മുഴുവൻ പ്രതികൂലമായിരിക്കുന്നു എന്നും അടുത്ത സമയത്ത് തന്നെ മൊർദെഖായി ഇല്ലാതെയാകുമെന്നും
തൻ്റെ സന്തോഷം പൂർണ്ണമാകുമെന്നുമൊക്കെ ചിന്തിച്ചുകൊണ്ട് ഹാമാൻ ജീവിതത്തിൽ മുൻപോട്ട് നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ സന്തോഷിക്കാനുള്ള എല്ലാ സാധ്യതകളും ഹാമാൻ്റെ മുൻപിലുണ്ട്. പക്ഷേ സന്തോഷിക്കുവാനുള്ള യാതൊരു വഴികളും മൊർദെഖായിയുടെ മുൻപിലില്ല. ആരും അനുകൂലമല്ല, എല്ലാം പ്രതികൂലമാണ്. ആമീൻ. പക്ഷേ ഒരു കാര്യം മാത്രം മൊർദെഖായിക്ക് അറിയാം. എന്താണെന്നറിയാമോ? ആമീൻ. അവൻ വളർത്തി വലുതാക്കി രാജകൊട്ടാരത്തിലേക്ക് അധികാരത്തിൻ്റെ പദവിയിലേക്കും വിട്ടിരിക്കുന്ന എസ്തേർ തന്നോടൊപ്പം ചിന്തിക്കുന്നുണ്ടെന്ന യാഥാർത്ഥ്യം മാത്രമാണ് മൊർദെഖായിയുടെ ആശ്വാസം, മൊർദെഖായിയുടെ സമാധാനം എന്ന് പറയുന്നത്. അത് വിജയത്തിലേക്ക് എത്തുന്ന ചരിത്രമാണ് തൊട്ടു പിന്നാലെ കാണുന്നത്. പ്രിയപ്പെട്ടവർ, മൊർദെഖായിയുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും പ്രതികൂലമായിരിക്കുന്ന ഇടത്ത് ദൈവം അനുകൂലമായി ഒരു വഴി തുറന്നതാണ് എസ്തേറിൻ്റെ മൊർദെഖായിയോടുള്ള ആ സ്നേഹമുള്ള സമീപനം. സ്വന്തം ജീവൻ പണയം വെച്ച് അഹശ്വേരോശ് രാജാവിൻ്റെ മുൻപിലേക്ക് കടന്നു പോകുവാൻ മനസ്സ് കാണിക്കുന്ന എസ്തേറിൻ്റെ ആ നല്ല മനസ്സ്, അത് മാത്രമാണ് മുൻപിലുള്ളതെങ്കിലും മക്കളെ, അത് മതി നിങ്ങളുടെ വീണ്ടെടുപ്പിന് ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ. സംഭവിക്കപ്പെട്ട ചരിത്രം അറിയാം. വിരുന്ന് കഴിഞ്ഞ് സാഹചര്യത്തിൻ്റെ വ്യത്യസ്തതയെക്കുറിച്ച് മനസ്സിലാക്കിയ ഹാമാൻ എസ്തേറിനോട് അപേക്ഷിക്കേണ്ടതിന് അവളുടെ അരികിലേക്ക് കടന്നു ചെന്നു. എസ്തേർ രാജ്ഞി വിശ്രമിക്കുന്ന ആ മെത്തമേൽ, ആ പള്ളി മെത്തമേലിരിക്കുമ്പോൾ അഹശ്വേരോശ് രാജാവ് കടന്നു എന്ന കാഴ്ച കാണുകയും ഹാമാനെ അവിടെ വകവരുത്തുകയും ചെയ്യുകയാണ്. ഹാമാൻ്റെ വീടും സ്ഥാനങ്ങളും മാനങ്ങളും ഒക്കെ മൊർദെഖായിക്ക് അഹശ്വേരോശ് രാജാവ് നൽകുകയാണ്. പ്രിയരെ, ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളും പ്രതികൂലമായി വരുമ്പോൾ അവിടം കൊണ്ടെല്ലാം കെട്ടടങ്ങാൻ പോകുകയാണ്, അവിടം കൊണ്ടെല്ലാം അവസാനിക്കാൻ പോകുകയാണ്, ഇനി മുൻപോട്ടൊന്നും ഇല്ലെന്ന് ചിന്തിക്കരുത്. നിങ്ങൾക്ക് മനസ്സിലാകാത്ത, നമുക്ക് മനസ്സിലാകാത്ത, എനിക്ക് മനസ്സിലാകാത്ത ചില പുതുവഴികളെ തുറക്കുവാൻ ദൈവത്തിന് കഴിവുണ്ടെന്ന് ഇന്ന് പകലിൽ ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. മറക്കരുത്, എല്ലാ വഴികളും ദൈവം ഒന്നിച്ചടയ്ക്കില്ല കേട്ടോ. ഭക്തന് വേണ്ടി ദൈവം ഒരു വഴി തുറക്കും. ഭക്തിയോടെ ജീവിക്കുന്ന ഭക്തന്മാർക്ക് വേണ്ടി അവർക്ക് മനസ്സിലാകാത്ത വഴികൾ ദൈവം തുറക്കും. അത് മറക്കരുത്. യോസേഫ് മിസ്രൈമിലേക്ക് പോകുമ്പോൾ ആ വഴി ഒരു വിശാലതയുടെ വഴിയാണ്, നന്മയുടെ ആ വഴിയാണെന്ന് യോസേഫിന് മനസ്സിലായില്ല. പക്ഷെ പിന്നത്തേതിൽ മനസ്സിലായി, എന്നെ ദൈവം അയച്ചത് നന്മയ്ക്കാണ്. സിംഹത്തിൻ്റെ കുഴിയിലേക്ക് പോകുന്ന, നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ദാനിയേലിനറിയില്ല എന്താ സംഭവിക്കാൻ പോകുന്നത്, ദൈവത്തിൻ്റെ വഴി എന്താണെന്നറിയില്ല. പക്ഷേ സിംഹത്തിൻ്റെ കുഴിക്കകത്ത് ദാവീദ് ചെന്നെത്തുന്നതിന് മുൻപ് യഹോവയെ ദൈവം തൻ്റെ ദൂതനെ ആ കുഴിക്കുള്ളിൽ ഇറക്കിയിട്ടുണ്ട്. അതാ ദൈവത്തിൻ്റെ വഴി. ദാവീദ് ഏത് സമയം ശൗലിൻ്റെ കയ്യിൽ പട്ടുപോകുമെന്ന് ചിന്തിച്ചിടത്ത് യോനാഥാനെ ദൈവം ദാവീദിന് വേണ്ടി ഒരുക്കി. ഹാമാൻ ഏതെങ്കിലും മണ്ഡലത്തിൽ എന്നെയും ഈ യഹൂദ ജനത്തെയും നിർമൂലമാക്കിക്കളയുമെന്ന് ചിന്തിച്ചിടത്ത് മൊർദെഖായിക്ക് വേണ്ടി ദൈവം ഒരു എസ്തേറിനെ ഒരുക്കി. മറക്കരുത്. അടുത്ത ഭാഗം ഞാൻ നിങ്ങളോട് പറയാം. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് കടന്നു വന്നാൽ ഒരു യോശുവയെ നമുക്ക് കാണുവാൻ കഴിയുന്നു. എത്രമാത്രം പ്രതികൂലത്തിൻ്റെ നടുവിലൂടെയാണ് യോശുവ നടന്നത്. മറികടക്കാൻ കഴിയാത്ത നിരവധി പ്രശ്നങ്ങളെ യോശുവ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. മോശയായിരുന്നു ഉത്തരവാദിത്വ ബോധത്തോടെ ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ച് വാഗ്ദത്ത നാട്ടിൽ അവരെ എത്തിപ്പാൻ വേണ്ടി വഴി നടത്തിയത്. പക്ഷേ മോശ ആ വാഗ്ദത്ത നാട്ടിലെത്തുന്നതിന് മുൻപ് ഈ ലോകത്തിൽ നിന്ന് വിട പറയുകയാണ്. തൻ്റെ മരണശേഷം താൻ ചെയ്തു വന്നിരുന്ന ഉത്തരവാദിത്വങ്ങളൊക്കെ
യോശുവയ്ക്കാണ് കൈമാറപ്പെട്ടത്. യോശുവ ഒരു വലിയ പ്രതിസന്ധിയുടെ നടുവിൽ നിൽക്കുകയാണ്. യോശുവയുടെ പുസ്തകം 1 മുതൽ മുൻപോട്ടുള്ള ചില അധ്യായങ്ങൾ നാം വായിച്ചു വരുമ്പോൾ ശത്രു രാജ്യങ്ങളോട് യോശുവ ശക്തമായി പടവെട്ടേണ്ടി വന്നിട്ടുണ്ട്. തന്നിൽ തന്നെ നിക്ഷിപ്തമായി നിൽക്കുന്ന ഒരു ദൗത്യമായിട്ട് മാറിയിരിക്കുകയാണ് ഇസ്രായേൽ മക്കളെ വാഗ്ദത്ത സ്ഥലത്തെത്തിച്ച് അവർക്ക് സ്ഥലങ്ങൾ വിഭജിച്ച് കൊടുക്കുക, വീതിച്ചു കൊടുക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു വിഷയമായിരുന്നു. എന്നാൽ എന്താണ് സംഭവിക്കപ്പെട്ടത്? ഓരോ പട്ടണങ്ങളും മറികടക്കാൻ കഴിയാത്ത തലത്തിലുള്ള പ്രതികൂലത്തിലാണ് താന് മുൻപോട്ട് പോകേണ്ടതായിട്ട് വന്നത്. പല പർവ്വതങ്ങളും പല പട്ടണങ്ങളും പല പട്ടണവാസികളും ഇസ്രായേൽ മക്കളുടെ മുൻപിൽ വഴികൾ അടയ്ക്കുകയാണ്, മതിലുകൾ കെട്ടിപ്പൊക്കുകയാണ്, കടത്തി വിടുകയില്ലെന്ന് പറയുകയാണ്. ഓർക്കണം, മതിലുകളുടെ മുൻപിൽ എന്തു ചെയ്യാം, എങ്ങനെ മറികടക്കാൻ കഴിയും എന്നൊക്കെ ചിന്തിച്ച് ആകുലതയോടെ നിൽക്കുന്ന യോശുവയോട് സർവശക്തിയുള്ള ദൈവം നേരിട്ട് പറഞ്ഞൊരു പദമുണ്ട്. ആ പദം എന്താണെന്ന് ചോദിച്ചാൽ യോശുവയുടെ പുസ്തകത്തിനകത്ത് നാം വായിക്കുമ്പോൾ അവിടെ കാണുവാനായിട്ട് കഴിയുന്ന പദം 1-ാമത്തെ അധ്യായത്തിലാണ്. 1-ാമത്തെ അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങൾ ഇങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത്: ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്ക, ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം നീ ഈ ജനത്തിന് അവകാശമായി വിഭാഗിക്കും. എൻ്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യമുള്ളവനായി മാത്രം ഇരിക്കുക. ചെല്ലുന്നിടത്തൊക്കെയും നിശുഭമായിരിക്കേണ്ടതിന് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. അതാണ് വാക്ക്. പക്ഷേ 5-ാമത്തെ വാക്യം കൂടെ ചേർത്ത് പറഞ്ഞാൽ അവിടെ പറയുകയാണ്, ഒരിക്കലും നിന്റെ ജീവകാലത്തൊരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. ഞാൻ മോശയോട് കൂടെ ഇരുന്നതുപോലെ നിന്നോട് കൂടെ ഇരിക്കും. ഈ വാക്ക് നിസ്സാരമായൊരു വാക്കല്ല. രാജ്യങ്ങൾ പ്രതികൂലമാകുമ്പോൾ, രാജാക്കന്മാർ പ്രതികൂലമാകുമ്പോൾ, മുമ്പിൽ വഴികൾ ശത്രു സൈന്യം അടയ്ക്കുമ്പോൾ, ജനം കുറുകുറുക്കുമ്പോൾ, നീ എന്ത് ചെയ്യാൻ പോകുന്നുവെന്ന് ജനം ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ കഴിയാതിരിക്കുന്ന അവസ്ഥകളിൽ അത്യുന്നതനായ ദൈവം യോശുവയോട് പറയുകയാണ്, കുഞ്ഞേ, നിന്റെ മുൻപിൽ സകലതും പ്രതികൂലമായിരിക്കുന്നത് കൊണ്ട് നീ സങ്കടപ്പെടേണ്ട. മോശയോട് കൂടെ ഇരുന്നതുപോലെ ഞാൻ നേരിട്ട് നിന്നോട് കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്നുള്ള വാക്കാണ്. ഓർക്കണം പ്രിയപ്പെട്ടവരെ, നമ്മെ വേദനപ്പെടുത്തുന്നുണ്ടാകാം, നമ്മെ സങ്കടപ്പെടുത്തുന്നുണ്ടാകാം, നമ്മെ നിരാശയിലേക്ക് തള്ളിവിടുന്നുണ്ടാകാം. എന്ത്? പല മണ്ഡലങ്ങളിലും നാം നേരിടുന്ന പ്രതികൂലങ്ങളുടെ നടുവിൽ നാം വിഷമിക്കുകയാണ്. പക്ഷേ ഈ വചനത്തിനുള്ളിൽ യോശുവയോട് ദൈവം എന്താ പറയുന്നേ? നീ ഒറ്റയ്ക്കല്ല, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാൻ നിന്നോട് കൂടെയുണ്ട്. അപ്പൻ കൈവിട്ടാൽ, അമ്മ കൈവിട്ടാൽ, സഹോദരൻ കൈവിട്ടാൽ, സഹോദരി കൈവിട്ടാൽ, ഭാര്യ ഒറ്റപ്പെടുത്തിയാൽ,
ഭർത്താവ് എപ്പോഴും കുറ്റം പറഞ്ഞാൽ, മക്കൾ സംരക്ഷണത്തിനില്ലാതെ വന്നാൽ ഒരു കാര്യം പറയാം, നാം ദൈവത്തിനു വേണ്ടി ജീവിക്കുന്ന ഭക്തന്മാരായിരിക്കുന്നു എങ്കിൽ ദൈവം നമ്മോട് പറയുകയാണ്, എല്ലാം പ്രതികൂലമാകുന്ന ഇടത്ത് ഞാൻ നിനക്ക് അനുകൂലമായി നിന്നോട് കൂടെ ഇരിക്കുമെന്ന് പറയുന്ന ആ ഇമ്പമുള്ള, ആ ആശ്വാസം നൽകുന്ന, ആ ശക്തി നൽകുന്ന വാക്കുകളാണ് യോശുവയോട് ദൈവം പറഞ്ഞത്. ഞാൻ എൻ്റെ വാക്കുകളെ പരിമിതപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. യോശുവ പരാജയപ്പെട്ടില്ല മക്കളെ, യോശുവ തോറ്റുപോയില്ല. എരിഹോവ് തൻ്റെ മുമ്പിൽ മാറി, യോർദാൻ തൻ്റെ മുമ്പിൽ വഴിമാറി, പട്ടണങ്ങൾ ഓരോന്നോരോന്നായി പിടിച്ചു. അവിടെ ഉണ്ടായിരുന്ന ശക്തന്മാരായിരിക്കുന്ന ആളുകളെ ഒക്കെ ആ പട്ടണങ്ങളിൽ നിന്ന് ഒഴിപ്പിച്ച് ഇസ്രായേൽ മക്കളുടെ അവകാശ ഭൂമിയാകുന്ന പിതാക്കന്മാരുടെ ഭൂമി യോശുവ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവസാന്നിധ്യത്തിൽ നിലനിന്നുകൊണ്ട് തിരികെ വാങ്ങിച്ച് ജനത്തിന് വിഭാഗിച്ചു കൊടുക്കുന്ന ചരിത്രമാണ് യോശുവയുടെ പുസ്തകത്തിൽ നമുക്ക് കാണുവാനും ഗ്രഹിപ്പാനും കഴിയുന്നതെന്ന് നാം മറന്നുകളയരുത്. എന്താണ് നമ്മുടെ കുറിവാക്യം? പൗലോസ് പ്രസംഗിക്കുകയാണ്, പക്ഷേ ജനം പൗലോസിനെതിരാണ്. യഹൂദ മത പണ്ഡിതന്മാർ പൗലോസിനെതിരാണ്. പൗലോസ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വാദപ്രതിവാദങ്ങൾ പറയുകയാണ്, പ്രസംഗം മുടക്കാൻ പരിശ്രമിക്കുകയാണ്. പൗലോസ് പ്രസംഗിക്കുന്നത് തെറ്റാണെന്ന് വരുത്താൻ പരിശ്രമിക്കുകയാണ്. പൗലോസിൻ്റെ ഹൃദയത്തെ വല്ലാണ്ട് അസ്വസ്ഥമാക്കുന്നുണ്ട്. വല്ലാത്ത ഭാരം പൗലോസിൻ്റെ ഹൃദയത്തിലുണ്ട്. പക്ഷേ പൗലോസിനോട് അവിടെയുള്ള ജനത്തിൽ ചില ആളുകൾ വന്നിട്ട് പറഞ്ഞ കാര്യമാണ് അവിടെ വായിക്കുന്നത്. എന്ത്? പള്ളി വിട്ടു പോകുമ്പോൾ പറയുകയാണ്, അടുത്ത ശബത്തിൽ ഈ വചനം ഞങ്ങളോട് പറയണമെന്ന് അവർ അപേക്ഷിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നിൻ്റെ പ്രസംഗത്തിന് ഇഷ്ടപ്പെടാത്ത കുറച്ച് പേരുണ്ട്, നീ സംസാരിച്ച വിഷയം പിടിക്കാതെ പോയ കുറച്ച് പേരുണ്ട്, നിൻ്റെ വഴി അടയ്ക്കാൻ നോക്കിയ കുറേ പേരുണ്ട്, നീ പ്രസംഗിക്കുമ്പോൾ നിന്നെ ചോദ്യം ചെയ്ത കുറേ പേരുണ്ട്. പക്ഷെ ചിലരെ ദൈവം നിനക്ക് വേണ്ടി നിൻ്റെ പക്ഷത്താക്കി വെച്ചിട്ടുണ്ട്. അത് പൗലോസിനോട് പറയുകയാണ്, നീ വരണം, ആളുകളുടെ വാക്കൊന്നും കേട്ടിട്ട് വരാതിരിക്കണ്ട, അടുത്ത ശബത്തിലും നിൻ്റെ പ്രസംഗം ഞങ്ങൾക്ക് കേൾക്കണം, ഞങ്ങൾ വരും, ഞങ്ങൾക്ക് കേൾക്കണം നിൻ്റെ പ്രസംഗം. പ്രിയരെ, സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാകുമ്പോൾ അനുകൂലമായി നമുക്ക് വേണ്ടി വെളിപ്പെടുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. കേട്ടോ, ഞാൻ എൻ്റെ വാക്കുകൾ ഒത്തിരി ദീർഘമാക്കാനായിട്ടിനിയും ഇന്ന് ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഞാൻ ചോദിക്കുകയാണ്, എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാണോ? വീട്ടിനകത്ത് ഭർത്താവിൽ നിന്ന്, ഭാര്യയിൽ നിന്ന്, മക്കളിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്ന്, സഭയിൽ നിന്ന്, പാസ്റ്ററിൽ നിന്ന്, സഹോദരവർഗത്തിൽ നിന്ന്, അയൽവാസികളിൽ നിന്ന്, ജോലി ചെയ്യുന്ന മണ്ഡലത്തിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന്, ഏതു വിധേനയും താങ്കളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ, ഉപദ്രവിപ്പാൻ പരിശ്രമിക്കുകയാണോ? ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുകയാണോ? ചെയ്യാത്ത തെറ്റുകളൊക്കെ മണ്ടൽ ചുമത്തിക്കപ്പെടുകയാണോ? ഇനി കരയാൻ കണ്ണുനീരില്ലെന്ന് ചിന്തിച്ചുകൊണ്ട് ഇരിക്കുകയാണോ? ഇനി എന്ത് കേൾക്കാനാണ്? അത്രമാത്രം ഞാൻ വേദനകൾ സഹിച്ചു കഴിഞ്ഞു എന്ന് നിങ്ങൾ പറയുകയാണോ? ആരും എന്നോട് കൂടെ ഇല്ലെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഒരിക്കൽ പ്രവാചകൻ പറഞ്ഞു, ആരുമില്ല, ഞാൻ ഒറ്റ ഒരുവനേ ഉള്ളൂ. പക്ഷേ ആ പറഞ്ഞവൻ്റെ മുൻപിൽ ഒരുവൻ വന്നിട്ട് പറയുകയാണ്, അല്ല, ഞാൻ കുറേ ആളുകളെ അവിടവിടങ്ങളിലായിട്ട് ഗുഹയ്ക്കുള്ളിൽ ഒളിപ്പിച്ചു വച്ച് അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ഒറ്റയ്ക്കല്ലെന്ന് പ്രവാചകൻ ബോധ്യപ്പെടുത്തപ്പെടുകയാണ്.
ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഒറ്റയ്ക്കല്ല. സൃഷ്ടിതാവായ ദൈവത്തിലുള്ള വിശ്വാസം നിങ്ങളിൽ ആഴമായി പകർന്നപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പിനാൽ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ദാവീദിനെ ദൈവം തിരഞ്ഞെടുത്തത് കൊണ്ടാണ് ദാവീദിനോട് പറഞ്ഞത്, നിനക്ക് വേണ്ടി ഞാൻ നിന്നോടുകൂടെ യോനാഥാനെ നിർത്തുമെന്ന്. മൊർദെഖായി വിശ്വസ്തയോടെ ദൈവത്തിന് വേണ്ടി നിന്നതുകൊണ്ടാണ് മൊർദെഖായിയോട് പറഞ്ഞത്, നീ വളർത്തി വലുതാക്കിയ അധികാരത്തിലിരിക്കുന്ന എസ്തേറിനെ ഞാൻ നിനക്ക് അനുകൂലമാക്കി തരുമെന്ന്. സാഹചര്യങ്ങൾ മുഴുവനും രാജ്യങ്ങൾ മുഴുവനും പ്രതികൂലമായി നിൽക്കുന്ന മോശയോട് ദൈവാത്മാവ് പറയുകയാണ്, യോശുവയോട് ദൈവാത്മാവ് പറയുകയാണ്, യോശുവയെ നീ ഒറ്റയ്ക്കല്ല, നിന്നോടുകൂടെ നേരിട്ട് ഞാനുണ്ടെന്ന്. പൗലോസിനോട് പറയുകയാണ്, പൗലോസേ അങ്ങ് ഒറ്റയ്ക്കല്ല, അങ്ങയുടെ പ്രസംഗം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഞങ്ങൾ നിന്നോടുകൂടെയുണ്ട്, നീ വരണമെന്ന്. എന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഒറ്റയ്ക്കാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഒറ്റയ്ക്കല്ല. നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത ഒരുവൻ നിങ്ങളുടെ സമീപത്തുണ്ട്. യേശാവിനെ പറ്റിച്ച് വീട് വിട്ടിറങ്ങിയ യാക്കോബ് വളരെ ദൂരം യാത്ര ചെയ്ത് സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് മരുഭൂമിയുടെ അവസ്ഥയിൽ ആയിരിക്കുകയാണ്. ഭയമുള്ളിലുണ്ട്. കിടന്നൊരു കല്ലെടുത്ത് അവിടേക്ക് വെച്ച് തല വെച്ച് കിടന്നുറങ്ങി. അവിടെ ഒരു കാഴ്ച കണ്ടു. സ്വർഗത്തോളം എത്തുന്ന ഒരു ഗോവേണി, അതിൽ ദൈവത്തിൻ്റെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ദിവ്യമായ വെളിപ്പാട്. യാക്കോബിൻ്റെ കാര്യം മനസ്സിലായി. ദൈവം ഇവിടെ എന്നോട് കൂടെയുണ്ട്. ദൈവം എന്നോട് കൂടെയുണ്ട്. പക്ഷേ എനിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവിതം അടുത്തവരാണോ എന്നെ കേൾക്കുന്നത്? രോഗത്തിൻ്റെ കെടുതികൾ, ഒറ്റപ്പെടുത്തലുകൾ, കുറ്റപ്പെടുത്തലുകൾ, മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥകൾ, ജോലിയിൽ തുടരാൻ കഴിയാത്ത സ്ഥിതികൾ, സഹപാഠികളിൽ നിന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, പഠനത്തിലുണ്ടാകുന്ന സമ്മർദ്ദങ്ങൾ, ഏതെല്ലാം മേഖലകളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്? ആ മേഖലകളിലൊക്കെ നിങ്ങളുടെ മാനസിക മണ്ഡലത്തിനകത്ത് വേദന പേറി, അയ്യോ യഹോവേ, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും അടഞ്ഞല്ലോ, എന്നെ സഹായിപ്പാൻ ആരുമില്ലല്ലോ എന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ, ഈ സന്ദർഭത്തിൽ ഒരു വാക്ക് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങൾക്ക് ജന്മം നൽകിയ, നിങ്ങളെ പേർച്ചൊല്ലി വിളിച്ച, നിങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി നിത്യതയുടെ അവകാശം നൽകിത്തന്ന ഒരു ഗുരുനാഥൻ നിങ്ങൾക്ക് വേണ്ടിയുണ്ട്. അത്യുന്നതനായ ഒരു ദൈവം നിങ്ങൾക്ക് വേണ്ടിയുണ്ട്. ആ ദൈവത്തിൽ നിങ്ങൾ ആശ്രയിക്കുന്നെങ്കിൽ, തങ്കലാശ്രയിക്കുന്ന തൻ്റെ ഭക്തന് വേണ്ടി, തൻ്റെ ജനത്തിനു വേണ്ടി കരുതുന്ന ദൈവത്തിൻ്റെ അദൃശ്യമായ കരം നിങ്ങൾക്ക് കാണുവാൻ കഴിയും. മുമ്പേ ഞാൻ ഓർപ്പിച്ചതുപോലെ, സിംഹത്തിൻ്റെ കുഴിക്കകത്ത് നിങ്ങൾ ചെന്നെത്തുന്നതിന് മുൻപ് അതിനകത്തിറങ്ങുന്ന ദൈവത്തിൻ്റെ ദൂതൻ്റെ സാന്നിധ്യം, അഗ്നിനാളത്തിനകത്തേക്ക് നിങ്ങൾ ചെന്ന് വീഴുന്നതിന് മുൻപ് നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങുന്ന നാലാമനാകുന്ന യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം, സകല വഴികളും അടയപ്പെടുമ്പോൾ, സകലതും മുമ്പിൽ ആമേൻ മാറായി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങുന്ന അത്യുന്നതൻ്റെ സാന്നിധ്യം, അത് നിങ്ങൾക്ക് അനുഭവിപ്പാൻ കഴിയണമെങ്കിൽ, അത് നിങ്ങൾക്ക് അനുഭവിപ്പാൻ കഴിയുന്നെങ്കിൽ, അതിൽ പരം ഭാഗ്യം മറ്റൊന്നുമില്ലെന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നിരാശപ്പെടുകയല്ല മക്കളെ, സങ്കടപ്പെട്ട് ജീവിതം അവസാനിക്കുകയല്ല, ഇനി മുന്നോട്ട് പോകാൻ വഴികളില്ലെന്ന് പറഞ്ഞ് അവിടെ നിർത്തുകയല്ല. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുൻപോട്ട് പോകാനായിട്ട് കഴിയട്ടെ. അതിനുവേണ്ടി നമ്മെ ഒന്ന് സമർപ്പിക്കുന്നവരായി തീരട്ടെ. അതിന് സർവശക്തിയുള്ള ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. എന്നോട് ചേർന്നൊരു വാക്ക് പ്രാർത്ഥിക്കൂ. യേശുവേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒറ്റപ്പെട്ട അവസ്ഥയാണെന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ ഈ സന്ദേശം എൻ്റെ മനസ്സിനോട് പറയുന്നു, ഞാൻ ഒറ്റയ്ക്കല്ലെന്ന്. ആരെയൊക്കെയോ ദൈവം എനിക്ക് വേണ്ടി ആക്കിയിട്ടുണ്ട്. അല്ല, അങ്ങ് തന്നെ എനിക്ക് വേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ രക്ഷപ്പെടും, ഞാൻ നന്മ പ്രാപിക്കും, ഞാൻ വിടുവിക്കപ്പെടും. അതിനായി ഞാൻ എന്നെ തന്നെ വീണ്ടും സമർപ്പിക്കുകയാണ്. ഞാൻ ഭയപ്പെട്ട് നിരാശപ്പെട്ടു പോകുകയല്ല, ഞാൻ ആത്മധൈര്യത്തോടെ മുന്നോട്ട് പോകും യേശുവേ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും. കർത്താവേ, എന്നോടുകൂടെ പ്രാർത്ഥിച്ച പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ഈ വചനം കിട്ടിയവർക്കായി സ്തോത്രം. എല്ലാവരും ദൈവം അനുഗ്രഹിക്കണം. ആത്മാവിൻ്റെ നിറവ് കൊണ്ടും അനുഗ്രഹം കൊണ്ടും ദൈവം നിറയ്ക്കണം.
യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.